ഈ കറാമത്തൊന്നും പറയണ്ട, ഇത് നിർത്തിവെച്ച് പൂട്ടിപ്പൊക്കോണമെന്ന് പറഞ്ഞാൽ പോകൂല. ഇത് CM വലിയുല്ലാഹിയെ, ബഹുമാനപ്പെട്ട ഖുത്ബുൽ CM വലിയുല്ലാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടുകൂടി മടവൂരിന്ന് നല്ല നീയത്തോടുകൂടി തുടങ്ങിയ പരിപാടിയാണ്. CM വലിയുല്ലാഹി ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതെയാണ്. മടവൂർ കാഫില നിർത്തില്ല, അത് മുന്നോട്ട് തന്നെ പോകും, ഇസ്സത്തോടെ പോകും. എന്നെക്കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ, എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ചു വെപ്പിച്ചോ, ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളയും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ്, ഹക്കാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചെയ്യുന്നത് ഹക്കായ കാര്യങ്ങളാ. ഇല്ലാത്തത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ല, ഇല്ലാത്തത് ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ മടവൂർ കാഫിലക്കാരൻ ഒരു ഉസ്താദ് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ടല്ലോ. എവിടെയാണ് CM മടവൂരിനെ കണ്ടവരാരാണ്, CM വലിയ ആരാണ് കണ്ടത്, എന്താണ് അനുഭവം, അവിടുത്തെ കറാമത്ത് എങ്ങനെ ആയിരുന്നു, ഏത് രീതിയിലായിരുന്നു, നിങ്ങളവിടെ പോയിട്ടുണ്ടോ, കണ്ടവരാണോ, എന്താണ് ബന്ധം, എത്ര പ്രാവശ്യം പോയോ, ഇതെല്ലാം ചോദിക്കാൻ വേണ്ടി കണ്ടവരെ അന്വേഷിച്ച് അവരെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇദ്ദേഹം. അത്ര പോയത് കൊണ്ട് അവിടുന്ന് കിട്ടുന്ന സംഭാവന, അതുപോലെ യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം, ഇതെല്ലാം മൊത്തത്തിൽ നിർബന്ധിച്ച് വാങ്ങിച്ച പണവും അതുപോലെ അതിനുള്ള ഈ യൂട്യൂബ് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള ലൈറ്റും അതുപോലെ ക്യാമറയും എല്ലാം, കമ്പ്യൂട്ടർ എല്ലാം, ലാപ്ടോപ്പ് എല്ലാം മേടിച്ച് നിർബന്ധിച്ച് മേടിച്ച്, അതിലും പുറമെ ഇതിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ, കറാമത്തിൻ്റെ പേര് പറഞ്ഞ് വലിയ വീടും ഉണ്ടാക്കട്ടെ. എങ്കിലും ഇപ്പോൾ അവസാനം ഇദ്ദേഹം പോയത് ദേവേട്ടൻ്റെ വീട്ടിലേക്കാണ്. ദേവേട്ടൻ പറയുന്നത് CM മടവൂരിനെ ബാപ്പയാണെന്ന്, മടവൂർ കാഫിലക്കാരൻ പറയുന്നത് എൻ്റെ ഷെയ്ഖാണെന്ന്. അവിടുത്തെ ആ ഉസ്താദ് പോയി അവിടെ സംസാരിക്കാൻ, ദേവേട്ടനോട് സംസാരിക്കാൻ ആയിരുന്ന സ്ഥലം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഭാഗത്ത് ഉസ്താദാണെങ്കിൽ മറ്റേ ഭാഗത്ത് ദേവേട്ടനാണ്, മധ്യത്തിൽ ദൈവമാണ്. ഈ ദേവേട്ടൻ്റെ ദൈവമാണ്. എന്തൊരു ഗതികേടാണ് സഹോദരന്മാരെ. നമ്മുടെ ദീന് ഇതാണോ ദീൻ, ഇതാണ് ദീൻ എന്ന് കരുതുന്നവരുണ്ട്. ഇതാണോ നമ്മുടെ ദീൻ, ഇതിനാർക്കും നിർത്താൻ കഴിയുന്നില്ലേ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആദ്യം അതിന് നിങ്ങൾ കാണുക, പിന്നെ അല്പം സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. വലിയുല്ലാഹിക്ക് CM വലിയുല്ലാഹിയിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവം മടവൂർ കാഫിലയുടെ കുടുംബത്തിനോടൊപ്പം ദേവേട്ടൻ പങ്കുവെക്കും. ഓരോട് തന്നെ ചോദിക്കാം. ദേവേട്ട, എന്താ വിശേഷം? സുഖമല്ലേ? സുഖമാണ്. ഇന്ന് എടുത്തു പറയേണ്ട ഇന്നത്തെ ദിവസം, ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഇന്ന് ഞങ്ങൾ വരുമെന്ന് CMOരുടെ ചരിത്രം ചോദിക്കാൻ വരുമെന്ന് ഓർത്തിട്ട് ഇന്ന് ജോലിക്ക് തന്നെ പോയിട്ടില്ല. ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അവരുടെ അനുഭവം അവർ തന്നെ പറയട്ടെ. ദേവേട്ടൻ ആദ്യമായിട്ട് മടവൂര് ഇങ്ങനൊരു മഹാനുണ്ട്, CM വലിയുല്ലാഹി എന്ന് പറഞ്ഞ മഹാനവറുകളെ കുറിച്ച് അറിയുന്നതും അവരെ കാണാൻ വേണ്ടി പോകാനും അവരെക്കുറിച്ച് അറിയാനും എങ്ങനെയാണ് ആ സാഹചര്യം ഉണ്ടായത്? സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നമുക്ക് താമസിക്കാൻ വീടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെറിയ ചെറിയ തൊഴിലൊക്കെ എടുത്തൊരു 4 സെൻറ്റ് സ്ഥലം വാങ്ങി അതിലൊരു ചെറിയ ഇത് വെച്ച് കെട്ടി 1987 ആണ് വീണ്ടും ഞാൻ ചെറിയൊരു പിന്നെയും പഠിക്കാൻ പോയി. അന്നത്തെ കാലത്ത് സ്വന്തം വീടില്ലായിട്ട് ഒരു 6 സെൻറ്റ് സ്ഥലം വാങ്ങി അതിൽ ചെറിയൊരു വീട് വെച്ച്, പിന്നെ എൻ്റെ ഇതിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ അമ്മ പ്രസവിച്ച അന്നേരം അച്ഛൻ മരിച്ചു പോയതാണ്. അച്ഛനെ ഇവിടുന്ന് ഒരു ഇസ്ലാം മത വിശ്വാസി, അതായത് ഒരു കുളങ്ങര ഉമ്മ ആണ് അച്ഛനെ വളർത്തിയത്. അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പിന്നെ അച്ഛൻ്റെ കാലഘട്ടമായി. അച്ഛന് ഈ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞങ്ങൾക്കൊക്കെ പട്ടി, അതായത് ഞാൻ പുലയനാണ്. ഞങ്ങളെ പട്ടി വർഗത്തിന് അന്നത്തെ കാലത്ത് ഞങ്ങൾ അടിയാന്മാർ
തമ്പുരാമാർ കൊടുക്കുന്ന കുടിയടപ്പായിരുന്നു. എൻ്റെ അച്ഛന് മാത്രമേ അത് കിട്ടാതെ പുറമെ തുറന്ന് പറയാത്തൊരു കാര്യമാണ്. ഞാൻ ഒരാളോടും ഒരാൾക്കും ഓർമ്മയില്ല ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം നിങ്ങൾ വന്നപ്പോൾ ഇത് വാപ്പൻ്റെ ചരിത്രം നിങ്ങൾ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ കൊണ്ട് മാത്രം ഈ കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വാപ്പ എനിക്കിത് തന്നേന്നു അല്ലെങ്കിൽ വാപ്പ ഇങ്ങനെ ചെയ്തീനോ എന്നുള്ളത് ഞാൻ ഇന്നുവരെ ഒരാളോടും പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ഇത്രയും ദൂരം, അതായത് കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് എന്നെ തേടി വന്നതിനെ കൊണ്ട് അത് ആ രൂപത്തിൽ പറയുന്നെ എനിക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നിട്ട് ഞാൻ പറയൂല. പിന്നെ എന്നെ പറ്റി അറിയണമെങ്കിൽ നിങ്ങളൊരുവിധം ഇവിടെ ഞങ്ങളെ പ്രദേശത്തുള്ള ഇസ്ലാം മത വിശ്വാസികൾ ആരായാലും അവരോട്, അതായത് ഞാൻ ഇസ്ലാം മത വിശ്വാസികളാട്ടോ പറയുന്നത്, അല്ലാതെ ഒരു യഥാർത്ഥത്തിൽ ഒരു ഖുർആൻ പഠിച്ച ജീവിതചരിത്രമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ എന്നല്ല ഞാൻ പറയുന്നത്. നല്ല ഒരു ഇസ്ലാം മത വിശ്വാസി. അത് ഞാൻ ആദ്യം പറഞ്ഞ് അയാളെ മനസ്സെങ്ങനെ വേണം ആ ഒരു മനസ്സിൻ്റെ ഉടമേനോട് തുറന്ന് പറയാൻ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ ഈ ഷെയ്ഖുനാടെ അടുത്ത് പോയി ഈ മുന്തിരി കിട്ടി, പൈസ കിട്ടി. അത് കഴിഞ്ഞ് അതിനുശേഷം തിരിച്ചു പോന്നോ? അതിനുശേഷമുള്ള സംഭവങ്ങൾ ഒന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞ് നല്ല ആഡംബരമായിട്ട് കഴിഞ്ഞ് ഈ നമ്മളെ ഈ മടവൂർ പഞ്ചായത്തിൽ അന്നത്തെ കാലത്ത് ഒരുവിധം 35 കൊല്ലം മുന്നേ എല്ലാ ജാതികളും പങ്കെടുത്തൊരു കല്യാണമായിരുന്നുണ്ട്. എല്ലാവരും അത്രയും 2000 ആൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് പിന്നെ 2 കുട്ടികൾ എനിക്കുണ്ട്. എനിക്ക് അല്ലാതെ എൻ്റെ കുടുംബത്തിലുള്ള മാനസിക പ്രയാസം അല്ലെ മക്കളുണ്ടാക്കിയേക്കുന്ന ബുദ്ധിമുട്ടുകളല്ലാതെ എനിക്ക് സാമ്പത്തികമായിട്ട് ഇന്ന് വരെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു 100 തെങ്ങും തേങ്ങലിക്കാണ്ട് ഇപ്പം എനിക്ക്. അതൊക്കെ ആ തീരെ ഇല്ലാത്തോടുന്ന് വന്ന ഒരു ഞാനാണ്. അപ്പോൾ അപ്പൻ്റെ ഒക്കെ ഒരു പിൻബലം ഒരു തവണ കണ്ടുള്ളൂ. ചെറുപ്പത്തിൽ ഞങ്ങൾ മുട്ടാഞ്ചേരി ആയിരുന്നു ഇവിടെ ഉള്ളത്. പക്ഷെ അന്ന് കണ്ടായിട്ട് അത്ര ഓർമ്മ എനിക്ക് എവിടെ മുട്ടാഞ്ചേരി മദ്രസയിൽ ഇവിടെ ഓരോ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്ക് പഴം ഇങ്ങനെ ചെത്തി തന്നൊക്കെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതന്ന് ചെറുതായെന്നായിരിക്കാം. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഇതിപ്പോ എൻ്റെ 21ാമത്തെ വയസ്സിൽ വാപ്പനെ ഞാൻ കണ്ടേ ആ ഒരു ഇതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ തെളിഞ്ഞു വരുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് മരിച്ചാരെയാ, മരിച്ച് ഇവിടെ കൊണ്ടുപോകുന്നവരെ. അപ്പോൾ കണ്ടിരുന്നു. മരിച്ച് ഞങ്ങളൊക്കെ പോയിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ കാണുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും അവിടെയുള്ള കല്ലറയിലൊക്കെ ഇപ്പോഴും ഞങ്ങൾ പോകുന്നുണ്ട്. മക്കാമിൽ പോകാറുണ്ടോ? ഞാനോ? മക്കാമിൽ വളരെ ശവം മറവ് ചെയ്യേണ്ടി എന്നെ കൊണ്ട് കാണിച്ചെന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, മരിച്ച ആള്. അപ്പോൾ അവിടുത്തെ വലിയമാർ വന്നിട്ട് ചോദിച്ച് അവിടെ ഇന്ന പ്രയാസമുണ്ട് ഇപ്പോൾ ഈ പള്ളി വലുതായതിനെ കൊണ്ട്. എന്നോടേ ചോദിച്ചുള്ളൂ ഇയാളെ ഇന്ന സ്ഥലത്ത് വെക്കുന്നതിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ പള്ളിപ്പറമ്പിൽ വെക്കണം എന്നാ. അതായത് ആ പള്ളിയുടെ പറമ്പിൽ വെക്കണം എന്നേ പറഞ്ഞുള്ളൂ. അത് സ്ഥലം ഇന്നത് വേണമെന്ന് ഞാൻ പറയുന്നില്ല. എന്താ സൗകര്യങ്ങളാകുന്ന ഈ ഒരു കാലഘട്ടമാണല്ലോ. അതിപ്പോഴും അന്വേഷിച്ചാൽ അറിയാം. ഞാൻ പറഞ്ഞത് അന്നത്തെ വലിയമാർ വന്നിട്ട് ആ മഹലിൽ അവിടെ ഒരു വീട്ടിൽ അത് അത്രയും ഇതേ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ അന്ന് പറഞ്ഞ, അതായത് മരിക്കുന്നതിൻ്റെ തലേന്ന് അയാളെ 10 ഷർട്ട് എടുത്ത് കഴിഞ്ഞ് ഇത് ഈ തീയിട്ടാളെടുത്ത് ഇടാൻ പറഞ്ഞു. ഞാൻ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ അത് ഇടുന്നുണ്ട് ഷർട്ടുകൾ 2 കൊല്ലമായിട്ട്. അതൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ തന്നെ അറിയാം. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഞാൻ അന്നൊന്നും എൻ്റെ കുടുംബത്തിനെ പോലെ അല്ല, എൻ്റെ അച്ഛനെ പോലെ തന്നെ, അതായത് സൃഷ്ടാവ്, മാതാപിതാ, ഗുരു, ദൈവം എന്നാണ് പറഞ്ഞത്. മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവിനായിട്ട് കാണുന്നതാണ്. സഹോദരന്മാരെ, കണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. ദേവേട്ടൻ്റെ വീട്ടിലേക്കാണ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക്. ജാതി പ്രശ്നമല്ല, നമ്മുടെ വിശ്വാസത്തിനെ അവിടെ കൊണ്ടുപോയി വിൽക്കണോ എന്നാണ്. നമ്മുടെ വിശ്വാസം അത് ശരിയാണോ എന്നും, ഇതാണോ നമ്മുടെ ഇസ്ലാം മതം, നമുക്ക് ഇതാണോ പഠിപ്പിച്ചത്, അതല്ല ഇദ്ദേഹം 10-25 വർഷം കിതാബ് പഠിച്ച് ഇതാണോ ചെയ്യേണ്ടത്. ഇതിനെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ അതിനെ കാണുകയും കേൾക്കുകയും അതുപോലെ സംഭാവനയായി അർപ്പിക്കുകയും ഇദ്ദേഹത്തിന് ജോലി ചെയ്തൂടെ എന്ന് ചോദിക്കേണ്ടി വരും. ജോലി ചെയ്താൽ ഇങ്ങനെ 55 ലക്ഷത്തിന് വീട് എങ്ങനെ കെട്ടും? അതുകൊണ്ട് ഞാൻ അതിനെ നിർത്തുകയില്ല. ആര് പറഞ്ഞാലും നിർത്തുകയില്ല എന്ന് വിളിച്ച് പറഞ്ഞത് ആദ്യം നിങ്ങൾ കേട്ടില്ലേ? ബഹുമാനപ്പെട്ട ഫാറൂഖ് നൈമി ഉസ്താദ് പോലും അതിൻ്റെ പേരിൽ ശബ്ദിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ തുടർന്നാൽ ഞാൻ തുറന്ന് സംസാരിക്കും, ഇതിൻ്റെ പേരിൽ ഞാൻ പ്രസംഗിക്കും, പ്രഭാഷണം നടത്തും, ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറയുമെന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇദ്ദേഹം നിർത്തുന്നതല്ല എന്ന് അട്ടഹസിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ.
ആ ദേവേട്ടൻ്റെ വീട്ടിൽ എന്താണ് കാണുന്നത്? ആ ദൈവത്തെ അടുത്താണ് ഈ ഇദ്ദേഹം ഇരുന്നിട്ടുള്ളത്. ഒരു ഇത്ര പണം കിട്ടുമെങ്കിൽ ഇവർ എന്ത് കാര്യം വേണമെങ്കിലും എന്ത് ചെയ്യാനും ഇവർ മടിക്കാത്ത ഒരു ജന്മങ്ങളാണ് എന്നാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ അവസ്ഥ. നമുക്ക് കിതാബ് ഓതിയാൽ, അതുപോലെ ഒരു തഹസീലായാൽ നമ്മുടെ കർത്തവ്യം എന്താണ് എന്ന് ആലോചിക്കണം. ഇവർക്ക് ഒരുപാട് പഠിക്കുന്ന അവസരത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലോ ജനങ്ങൾ, പാവപ്പെട്ടവർ ജോലി ചെയ്ത്, പണക്കാർ കച്ചവടം ചെയ്ത്, പാവപ്പെട്ട ജോലി ചെയ്ത്. നമ്മുടെ സ്ഥാപനമാണ്, മുത്താലിമ്യങ്ങൾ പഠിക്കുന്നതാണ്. പഠിക്കുന്നിടത്തേക്ക് നമുക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്നുള്ള ഒരു രീതിയിൽ എല്ലാവരും സഹായിച്ചത് കൊണ്ടാണ് ഇവർ പഠിക്കുന്നത് എന്ന് പോലും ഇവർക്ക് അതിൻ്റെ ഓർമ്മ പോലുമില്ല. ഇവർ ഈ കറാമത്ത് കച്ചവടം ചെയ്തുകൊണ്ട് വീടാന്തരം അലയുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ചിന്തിച്ച് നോക്ക്. പറഞ്ഞാൽ ആക്ഷേപിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെ ആക്ഷേപിക്കേണ്ടതാണോ? ഇതിനെ നിർത്തേണ്ടതല്ലേ? ഇതിനെ നിർത്താൻ പറയേണ്ടതല്ല. ആരെങ്കിലും ശബ്ദിക്കുന്നുണ്ടോ? ഫാറൂഖ് നൈമി ഉസ്താദ് പറഞ്ഞത് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ആരും ഇതിനെപ്പറ്റി ശബ്ദിച്ചിട്ടില്ല. എന്ത് വേണം ചെയ്യട്ടെ. അതാണ് ദീന്. ഇതല്ല, നേരവണ്ണം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് വിശ്വാസമല്ല, ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഇനി എവിടെ പോകാനും തയ്യാറാണ്. ഇതുപോലെ മടവൂർ ശൈഖിനെ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ മതി, പെട്ടെന്ന് വന്നെത്തും. ഉള്ളതെല്ലാം അദ്ദേഹത്തിന് കൊടുത്ത് പൊരുത്തം വാങ്ങി എല്ലാം ചെയ്യാം. ഇൻഷാ അല്ലാഹ് ചിന്തിച്ച് പ്രവർത്തിക്കുക. പിന്നെന്താണ്? ആലിമീങ്ങൾ ഇതിനെ പറയുന്നില്ല, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.